നമുക്ക് ദൈവസന്നിധിയിൽ തലകളെ മടക്കി ഈ ആരാധനയുടെ അനുഗ്രഹത്തിനായും ദൈവ സാന്നിധ്യത്തിനായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും സ്നേഹവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സകല ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടി കാണുവാനും അവിടുത്തെ പരിശുദ്ധ നാമത്തെ ആരാധിപ്പാനും അടികളുടെ ആയുസ്സിൽ ഒരു ദിവസം കൂടെ വേർതിരിച്ചു തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഈ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലും ആരോഗ്യത്തോടും ബലത്തോടും കർത്താവേ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഉയർത്തുവാൻ അടിയങ്ങൾക്ക് ഒരു അവസരം കൂടെ അനുവദിച്ച് നൽകിയല്ലോ കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അടിയങ്ങളെ ക്ഷേമമായി കാത്ത് പരിപാലിച്ച വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, ഈ വിശുദ്ധ ദിവസം വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട്, വിവിധ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവെ, സ്വദേശത്തും വിദേശത്തുമായിരുന്നുകൊണ്ട് നിന്റെ മക്കളെ ആരാധനയിൽ പങ്കാളികളാകുമ്പോൾ ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവകൃപ പ്രാപിപ്പാൻ, ദൈവാത്മാവിനാൽ നിറയപ്പെടുവാൻ അങ്ങനെ സഹായിക്കണമേ. പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും വചനം ധ്യാനിക്കുവാനും അടിയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ആരാധനയുടെ ആദ്യാവസാനം അവിടുത്തെ സാന്നിധ്യം തന്ന് അടിയങ്ങളെ ധന്യരാക്കണമേ. മാനവും മഹത്വവും നൽകണം. പുത്രന്റെ വിലയേറിയ നാമത്തിൽ വിനയമായി പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. ദൈവനാമം സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 25-ാമത്തെ പാട്ട് നമുക്ക് പാടാം. കീർത്തനം 25. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനും സത്യത്തിനും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നമുക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാമത്തെ സ്തുതിലിത്താനി. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവനെ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ.
യഹോവ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുള്ളത് വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങൾ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ന്യായ പ്രമാണ പ്രകാരം നടക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എന്റെ വായിലെ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ പ്രസാദകരമായിരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും നിന്റെ മുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി പറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായിരിക്കുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവരല്ല. പാപമൊഴിയെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരത്രേ നമുക്കുള്ളത്. നാം ഇരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ തലകളെ ഉണക്കി നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഉയർത്തി നമുക്ക് ഏറ്റവും വിനയത്തോടും താഴ്മയോടും നമ്മുടെ കുറവുകളെ, നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ വിനയത്തോടും കൂടെ ഏറ്റുപറയാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോട് നീതിയോട് സ്വബോധത്തോട് സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പിൻ. വരുവേൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറക്കാർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകലദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി. കരയെയും അവന്റെ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു. നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലയാടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ പാഠഭാഗങ്ങൾ വായിക്കുന്നതാണ്. ഇന്നത്തേക്കുള്ള ഒന്നാം പാഠം. ഈ വിശുദ്ധ ദിവസത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ.
യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇതുതന്നെ അല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അനന്തരം യോന നഗരം വിട്ടുചെന്ന് നഗരത്തിൻ്റെ കിഴക്കേ വശത്ത് ഇരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്തു ഭവിക്കും എന്ന് കാണുവോളം അതിൻ കീഴെ തണലിൽ പാർത്തു. യോനായെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവൻ്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിത്തുളഞ്ഞ് അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. യഹോവ യോനയോട്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെക്കുറിച്ച് നിനക്ക് അയ്യോ പാവം തോന്നുമല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചില്ലാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ പാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ഇവിടെ 1-ാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. ഇന്ന് കാലത്തേക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാൻ നിശ്ചയിക്കുന്ന സങ്കീർത്തനം 82. 82-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. ദൈവം ദൈവസഭയിൽ നിൽക്കുന്നു, അവൻ ദൈവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. എളിയവനും അനാഥനും ന്യായം വരച്ചു കൊടുപ്പിൻ, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പിൻ. അവർക്ക് അറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും ഇളകിയിരിക്കുന്നു. നിങ്ങൾ ദേവന്മാരാകുന്നുവെന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, പ്രഭുക്കന്മാരൊരുത്തിനെ പോലെ പട്ടുപോകും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ, നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. രണ്ടാം പാഠം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 26 മുതൽ 40 വരെ. അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗാസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്തക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് മടങ്ങിപ്പോകുകയിൽ തേരിൽ ഇരുന്ന് യെശയ്യാ പ്രവചൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് എന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടി ഇരിക്കണം എന്നപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. അറുക്കപ്പെടുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവൻ്റെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിചാരിക്കുന്നു? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ഡൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തിനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം,
ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും 20 വെള്ളത്തിലിറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയയിൽ എത്തി. ഇങ്ങനെ 2-ാം പാഠം വായിച്ച് അവസാനിക്കും. ദൈവമേ, അങ്ങേക്ക് സ്തോത്രമുണ്ടാകട്ടെ. നമുക്ക് സഭയുടെ പാട്ട് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും വരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരികളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവം സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സേന നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ വിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലാവരുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ വരമേറ്റപ്പോൾ കന്യകളുടെ ഗർഭത്തെ വരത്തില്ല. നീ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ നിങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സുവിശേഷം 22-ാം അധ്യായം 1 തുടങ്ങി 14 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 1 തുടങ്ങി 14 വരെയുള്ള വാക്യങ്ങൾ കേട്ടുകൊള്ളുക. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച് ഒരു രാജാവിനോട് സദൃശം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്ക് വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റ് ദാസന്മാരെ അയച്ചു. എന്റെ മുത്താഴം ഒരുക്കി തീർന്നു. എന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. കല്യാണത്തിന് വരുവിൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ചു, അപമാനിച്ചു, കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തടുക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പിൻ എന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവാകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം.
നിങ്ങൾ കേട്ടത് ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നാം തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിന് മുൻപായി കീർത്തനങ്ങളിൽ 202 പാട്ടിൽ നിന്ന് പാടാം. കീർത്തനം 202. ദൈവസന്നിധിയിൽ തലകളെ മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളോടൊപ്പം പാർത്ത ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തെ ആരാധിക്കുവാനും അവിടുത്തെ വചനം ധ്യാനിക്കുവാനും അടിയങ്ങൾക്ക് വേർതിരിച്ചു തന്ന വിലയേറിയ അവസരത്തിനായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, വിളിക്കപ്പെട്ടവരെ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാകുന്നു എന്ന് അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞുവല്ലോ. കർത്താവെ, ആ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൽ അടിയങ്ങളെയും അവിടുന്ന് ചേർക്കുന്നത് ഓർത്ത് സ്തോത്രം. തിരുവചനത്തിലൂടെ അടിയങ്ങളോട് അവിടുന്ന് ഇടപെടണമേ. കർത്താവെ, അവിടുത്തെ വചനം അടിയങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആ നിലയിൽ അവിടുന്ന് തന്നെ വ്യാഖ്യാനിച്ച് നൽകണമേ. അത് കേൾക്കുവാനും അത് ഗ്രഹിപ്പാനും അതിനനുസൃതമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കെട്ടുപണി ചെയ്യുവാനും അടിയങ്ങളെ നിന്ന് സഹായിക്കണമേ. എവിടെയെല്ലാം ഇരുന്ന് അവിടുത്തെ മക്കൾ തിരുവചനം കേൾക്കുന്നുവോ അവരൊക്കെയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവവചനത്താൽ നിറയപ്പെടുവാനും അങ്ങനെ സഹായിക്കണമേ. ഈ വചന ശുശ്രൂഷ അവിടുന്ന് ആശീർവദിക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു മശിഹാ മൂലം
ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവ ജനമേ, നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരെയും കരുണയോടെ സൂക്ഷിച്ചു. ഈ വലിയ പ്രയാസത്തിൻ്റെ മധ്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം അനുഭവിക്കുന്നതായിരിക്കുന്ന ദൈവകൃപ, ദൈവിക സംരക്ഷണം എത്ര വലുത് എന്ന് നാം ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എത്ര നന്ദി പറഞ്ഞാലും പോരാത്തത്ര നന്മകൾ ദൈവം നമുക്ക് നൽകി നമ്മെ നടത്തുന്നു എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം സഭയായിട്ട് ധ്യാനിക്കുവാനായിട്ട് നൽകപ്പെട്ടിട്ടുള്ള വിഷയം ബഹുത്വം, പൊതുമാനവികതയും വിശ്വാസം പങ്കിടലും എന്നുള്ള വിഷയമാണ്. ബഹുത്വം, പൊതുമാനവികതയും വിശ്വാസം പങ്കിടലും, പ്ലൂറാലിറ്റി, കോമൺ ഹ്യൂമാനിറ്റി ആൻഡ് ഫെയ്ത്ത് ഷെയറിംഗ് എന്നുള്ളതായ വിഷയമാകുന്നു നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ള. അതിന് അനുയോജ്യമായിരിക്കുന്ന വേദഭാഗങ്ങളാകുന്നല്ലോ നാം വായിച്ച് കേട്ടത്. പഴയ നിയമത്തിൽ നിന്ന്, യോനായുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് വായിച്ച് കേൾക്കുവാൻ സാധിച്ചു. ഇവിടെയൊക്കെയും ദൈവത്തിൻ്റെ അതിർവരമ്പുകളില്ലാത്ത സ്നേഹത്തെക്കുറിച്ച്, കരുണയെക്കുറിച്ച്, ദൈവിക ഇടപെടലിനെ കുറിച്ച് നാം വായിക്കുകയാണ്. ദൈവം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാകുന്നു വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. ഇവിടെ യോനായുടെ പുസ്തകത്തിൽ നിന്ന് നാം വായിക്കുമ്പോൾ അവിടെ യോനയ്ക്ക് പ്രത്യേകമായൊരു നിയോഗം ദൈവം നൽകുകയാണ്. അതെന്തായിരുന്നു എന്നുള്ളതാണല്ലോ നാം 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ദൈവം യോനയെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാകുന്നു നിനവയിലേക്ക് അയക്കുന്നു. എന്നാൽ യോന നിനവയിലേക്ക് പോകുന്നില്ല, മറ്റൊരു വഴി പോവുകയാണ്. യോന എന്നുള്ള വാക്കിന്റെ അർത്ഥമൊക്കെ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പ്രാവ് എന്നാണ്. പ്രാവ് വളരെ നിഷ്കളങ്കമായൊരു ജീവിയാണ്. എന്നാൽ യോനയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് അനുസരണക്കേടാണ് നമ്മുടെ ഓർമ്മയിൽ വരുന്ന ആളുകൾ. കാരണം നിനവയിലേക്ക് പോകുവാൻ യോനയോട് പറഞ്ഞെങ്കിലും യോന പോയത് മറ്റൊരു സ്ഥലത്തേക്കാണ്. അതിന് യോനയ്ക്ക് ഒരു കാരണവും ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം കരുണ തോന്നുന്ന ആ ദൈവമാണ്, ദൈവം മനസ്സലിയുന്ന ദൈവമാണ്. യോനയോട് പറയുന്നത് ഈ നിനവയെ ചെന്ന് നിനവയ്ക്കെതിരായിട്ട് പ്രസംഗിക്കണം, നിനവയുടെ പാപത്തിനെതിരായിട്ട് പ്രസംഗിക്കണം. ദൈവം ഈ നഗരത്തെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് പോവുകയാണ്. അതായിരുന്നു യോന പറയേണ്ടിയിരുന്ന സന്ദേശം. എന്നാൽ നാം വായിക്കുന്നത് യോന മറുതലിച്ച് തർശീശിലേക്ക് പോകുകയാണ്. ഈ ഒരു പുസ്തകത്തിന്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കുമ്പോൾ അപ്പോഴാകുന്നു ഈ ഒരു കാര്യം യോനായെ അയച്ചതും യോന പ്രസംഗിക്കുന്നതും ദൈവം ആ ജനത്തോട് കരുണ കാണിക്കുന്നതുമൊക്കെ അതിന്റെ പ്രാധാന്യം, അതിന്റെ സാന്നിധ്യം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നത്. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു. അവർക്ക് മറ്റാരെയും അംഗീകരിക്കാനായിട്ട് കഴിയും. അത് വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഭാഗത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എസ്രായുടെയും നെഹമ്യാവിന്റെയും നേതൃത്വത്തിൽ വലിയ പരിഷ്കാരങ്ങൾ ഉണ്ടാകുമ്പോൾ, തകർന്നുപോയ യെരൂശലേമിനെ പണിയുമ്പോൾ അവർ ചെയ്തതായിട്ടുള്ള വലിയൊരു കാര്യം എന്ന് പറയുന്നത് വിജാതീയരായ ആളുകളെയെല്ലാം
അവരുടെ ദേശത്ത് നിന്ന് തുരത്തുകയാണ്. വിജാതീയ സ്ത്രീകളെ വിവാഹം ചെയ്ത പുരുഷന്മാരെ പോലും ആ വിവാഹ ബന്ധം വേർപെടുത്തി അവരെ ഒരു പ്യൂരിറ്റിയുള്ള ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി ആക്കി മാറ്റുന്ന അനുഭവങ്ങൾ കാണുവാൻ സാധിക്കും. അത് ആ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരാവശ്യമാണെന്ന് തോന്നിയാൽ തന്നെയും ദൈവത്തിന്റെ വിശാലമായിരിക്കുന്ന രക്ഷാപദ്ധതിക്ക് അത് എതിരായൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് ദൈവം പല സന്ദർഭങ്ങളിൽ പല പാഠങ്ങളിലൂടെ തന്റെ ജനത്തെ പഠിപ്പിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്രകാരം അവരുടെ ഇടുങ്ങിയ ചിന്താഗതിക്ക്, ഇടുങ്ങിയ ദേശീയബോധത്തിന്, ഇടുങ്ങിയ മതബോധത്തിന് ഒക്കെ എതിരായിട്ടുള്ള ഒരു ദൈവിക ഒരു ചിന്താഗതിയാകുന്നു ഈ പുസ്തകത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ എഴുത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്. നമുക്കറിയാം, നിനവയുടെ നാശത്തെക്കുറിച്ച് തന്നെയാണ് നഹൂം പ്രവാചകൻ ഒരു പ്രവചനം മുഴുവൻ പ്രവചിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് എതിരായ, ദൈവജനത്തിനെതിരായി നിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ദ്രോഹം ചെയ്യുന്ന ജനതയെ ഒന്നടങ്കം നശിപ്പിക്കുമെന്നുള്ളത് യഹൂദന്റെ ഒരു പൊതുവായ ചിന്തയായിരുന്നു. അതിനാണ് അവർ കാത്തിരുന്നത്. ഈ യോന ഇവിടെ നിനവയ്ക്കെതിരെ പ്രസംഗിച്ചിട്ട് മാറി കാത്തിരിക്കുകയാണ് ദൈവം ഇവരുടെ മേൽ തീമഴ പെയ്യിക്കുന്നത്. അത് എന്നത്തെയും മനുഷ്യന്റെ ഒരു വിശ്വാസികളുടെ ഒരു ചിന്താഗതിയാണ്. പലപ്പോഴും പലരും പറയാറുണ്ട്, ദൈവമേ ഇവർക്കെല്ലാം എന്ത് സംഭവിക്കും? നമ്മളൊക്കെ പറയുന്ന കാര്യമാണ്. ഇവർക്ക് എന്ത് സംഭവിക്കും? അത്ര വലിയ ദുഷ്ടത മനുഷ്യൻ ചെയ്യുകയാണ്. അപ്പോൾ നാം പറയാറുണ്ട്, ദൈവമേ ഇവർക്ക് എന്ത് സംഭവിക്കും? സുവിശേഷം കേട്ടിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, ദൈവവചനം കേട്ടിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പലരും പറയുന്ന കാര്യമാണ്, ഇവർക്ക് എന്ത് സംഭവിക്കും? ദൈവത്തെ അറിയാത്ത ഈ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് പറയാറുണ്ട്. എന്നാൽ ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് പറയപ്പെടുന്ന ഈ ആളുകളുടെ കാര്യം, അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ കാര്യം എന്താകും എന്നുള്ളതിനെ കുറിച്ച് പോലും നിശ്ചയമില്ലാത്തവരാണ് മറ്റുള്ളവരുടെ കാര്യം എന്താകും എന്ന് ചിന്തിക്കുന്നത്. ഇവിടെ യോനായുടെ ഒരു മുൻവിധിയാണ്. യോന പ്രവചിച്ചതിന് ശേഷം ഈ നഗരത്തിന്മേലെ ദൈവം ചെയ്യുന്ന ന്യായവിധി കാത്തിരിക്കുകയാണ്. അതൊരു സാധാരണ മനുഷ്യന്റെ ഒരു അനുഭവമാണ്. ഇവിടെ യോന ഇസ്രായേൽ ജനത്തിന്റെ പ്രതീകമായിട്ട് കാണുകയാണ്. ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തത് ഞാൻ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, റെഫറൻസ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെയാകുന്നു എന്ന് പ്രവചനത്തിലൊക്കെ നാം വായിക്കുന്നു. ജാതികൾക്ക് വെളിച്ചമായിരിക്കാനാണ്, ജാതികൾക്ക് രക്ഷയായിരിക്കാനാണ്. ഭൂമിയുടെ അറ്റത്തോളം പോയി സകല ജാതികളോടും സുവിശേഷം അറിയിക്കണമെന്ന് യേശു കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞെങ്കിൽ, പഴയ നിയമത്തിൽ യെശയ്യാപ്രവചനം പ്രത്യേകിച്ച് 42 മുതലുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ 3-ാം യെശയ്യാവ് എന്ന് പറയുന്ന ഭാഗം ഒരു സുവിശേഷമാണ്. പഴയ നിയമത്തിൽ ജാതികളോട് വെളിച്ചമായിരിക്കാൻ, ജാതികളോട് ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ച് പറയുവാനുള്ള നിയോഗമായിരുന്നു ഇസ്രായേലിനുണ്ടായിരുന്നു. എന്നാൽ അവര് അത് പറഞ്ഞില്ല, എന്നാൽ അത് ചെയ്തില്ല. അതുകൊണ്ട് എന്താണ്? ഇസ്രായേൽ ജനത്തെ ദൈവം ശിക്ഷിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഇസ്രായേൽ ജാതികളോട് ഇടകലരാനല്ല ദൈവം ആഗ്രഹിച്ചത്, മറിച്ച് ജാതികളോട് ദൈവത്തെക്കുറിച്ച് പറയുവാൻ, ജീവനുള്ള ദൈവത്തെ സാക്ഷിക്കുവാനായിട്ടാകുന്നു ഇസ്രായേലിനെ ദൈവം വിളിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ യോന ഇസ്രായേലിന്റെ ഒരു പ്രതീകമാണ്. യോനായെ വിളിച്ച് നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അനുസരണക്കേട് കാണിച്ചവൻ തർശീശിലേക്ക് പോയതുപോലെ ദൈവജനത്തോട്, വഴി ഇസ്രായേലിനോട്, ജാതികളോട് ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുവാൻ, ദൈവത്തിന്റെ രക്ഷയെ പ്രസംഗിക്കുവാൻ, ദൈവത്തിന്റെ വിടുതലിനെ അറിയിക്കുവാനുള്ള നിയോഗം മറികടന്ന് അവര് വേറെ വഴിക്ക് തിരിഞ്ഞപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചു. അതായിരുന്നു പ്രവാസം എന്ന് പറയുന്നത്. യോനായെ മത്സ്യം വിഴുങ്ങിയതിനോട് സമമായിട്ട് ഇസ്രായേൽ ജനം പ്രവാസത്തിൽ പോയ ആ കാര്യത്തെ ആ കാര്യം കൊണ്ട് ഉദാഹരിച്ചുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, വേദപണ്ഡിതാക്കൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇസ്രായേൽ ജനം പ്രവാസത്തിൽ പോയതും യോനായെ മത്സ്യം വിഴുങ്ങിയതുമായിട്ട് ഒരു സിമിലാരിറ്റി, നമുക്കൊരു പ്രതീകാത്മകമായിട്ടൊരു കാര്യമായി നമുക്കവിടെ കാണുവാൻ സാധിക്കും.
എന്നാൽ അവൻ മടങ്ങി വന്നപ്പോൾ, അവനെ ദൈവം ഉദ്ദേശിച്ച പദ്ധതിയിലേക്ക് അവനെ മടങ്ങിക്കൊണ്ടുവന്നപ്പോൾ അവൻ ആ കാര്യം ചെയ്യുകയാണ് യോന. എന്നാൽ നാം വായിച്ച ഭാഗത്തോട്ട് വരുമ്പോൾ ദൈവം എന്താകുന്നു ചെയ്തത്? ദൈവം അവരെ നശിപ്പിക്കുന്നതിന് പകരം ദൈവം ആ ജനത്തെ രക്ഷിക്കുകയാണ്. ഇത് യോനയ്ക്ക് അത്യന്തം അനിഷ്ടമായ ഒരു കാര്യമാണ്. അത് പലപ്പോഴും ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ചിന്തയാണ്, പ്രത്യേകിച്ച് ഒരു യഹൂദന്റെ ഒരു ചിന്തയാണ്. ജാതികൾക്ക് ദൈവം വലിയ ശിക്ഷ നൽകും എന്നാണ് യഹൂദൻ ചിന്തിച്ചത്. എന്നാൽ ദൈവം ജാതികളെയും സ്നേഹിക്കുന്നു, ജാതികളെയും ദൈവം രക്ഷിക്കുന്നു. ദൈവസ്നേഹത്തിന്, ദൈവത്തിൻ്റെ കൃപയ്ക്ക്, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് അതിരളവുകളില്ല, അതിർത്തികൾ വയ്ക്കുവാനായിട്ട് കഴിയുകയില്ല. അത് മനുഷ്യന് ഒരു അതിർത്തി മതിലുകൾ നിർമ്മിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇന്ന് പല പ്രാകാരേണ മനുഷ്യൻ മതിലുകൾ പണിയുകയാണ്, മനുഷ്യനെ അകറ്റി നിർത്തുകയാണ്. എന്നാൽ ദൈവവചനത്തിന് ബന്ധനമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അതാകുന്നു ഒന്നാമതായിട്ട് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ചിന്ത എന്ന് പറയുന്നത്. അത് അതിരുകൾക്ക് അതീതമായി, മാനുഷികമായിട്ടുള്ള ചിന്തകൾക്ക് അതീതമായി ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതി നിലനിൽക്കുന്നു എന്ന് ദൈവം ഈ ഭാഗത്തോടെ നമ്മെ ഓർമ്മിക്കുക. അതുകൊണ്ട് നാം വായിച്ച വേദഭാഗമെല്ലാം ആ ഒരു ചിന്തയാണ് നമ്മോട് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ നാം വായിച്ചല്ലോ, അവിടെ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡൻ തേരിലിരുന്ന് യെശയ്യാ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു, യെശയ്യാവിന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നു. ദൈവവചനം വായിക്കുവാനുള്ള അവന്റെ താല്പര്യവും വ്യഗ്രതയും അവിടെ വളരെ പ്രകടമാകുകയാണ്. അവന്റെ ആർത്തി അവിടെ പ്രകടമാകുകയാണ്. ഒരു തേരിലിരുന്ന് അല്ലെങ്കിൽ ഒരു വാഹനത്തിലിരുന്ന് ഒരു പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല എന്ന് നമുക്കറിയാം. എന്നാൽ അത് ചെയ്യുന്നത് അവന്റെ വചനത്തോടുള്ള വലിയ താല്പര്യമാണ് എന്ന് നാം അവിടെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് തേരിനോട് ചേർന്ന് നടക്കുവാനായി. തേരിനോട് ചേർന്ന് നടക്കുന്ന ഫിലിപ്പോസ് ഷണ്ഡനോട് ചോദിക്കുന്നുണ്ട്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്നു, ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഞാൻ ഇത് തിരിച്ചറിയും എന്ന് പറയുകയാണ്, എങ്ങനെ ഗ്രഹിക്കും എന്ന് ചോദിക്കുകയാണ്. നാം വായിക്കുന്നത് അവിടെ ഫിലിപ്പോസ് തേരിൽ കയറി ഷണ്ഡനോടൊപ്പം ഇരുന്ന് ആ ഭാഗത്തെ കുറിച്ച് അവിടെ വ്യാഖ്യാനിക്കുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അവിടെ ഫിലിപ്പോസ് ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ നാം വായിക്കുന്നത് ഇവിടെ ഷണ്ഡനും ഫിലിപ്പോസും ഇരുവരും ഒരുമിച്ച് വെള്ളത്തിലിറങ്ങി ഷണ്ഡൻ സ്നാനം സ്വീകരിക്കുന്നതായി നാം വായിക്കുന്നു. ഷണ്ഡനാണ് ആവശ്യപ്പെടുന്നത്, ഷണ്ഡനോട് ഫിലിപ്പോസ് പറഞ്ഞിട്ടല്ല. എന്നാൽ ആ സമയം കൊണ്ട് ഷണ്ഡൻ അത് മനസ്സിലാക്കുകയും ഇനി സ്നാനമേൽക്കുന്നതിന് എന്തിനാണ് താമസിക്കുന്നത്, വെള്ളമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടെ സ്നാനപ്പെടുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ സുവിശേഷത്തിന് അതിർവരമ്പുകളില്ല എന്ന് നാം ഓർക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് അത് രക്ഷാകരമായ ശക്തിയായി വരികയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം നാം അവിടെ വായിക്കുന്നുണ്ട്. 1:18 ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാകുന്നു എന്ന് പൗലോസ് പറയുന്നത് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നവർക്ക്, ദൈവത്തിന്റെ വചനം സ്വീകരിക്കുന്നവർക്ക്, കർത്താവിനെ സ്വീകരിക്കുന്നവർക്ക് അത് ദൈവശക്തിയായിട്ട് ഇന്നും തീരുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി, അതിർവരമ്പുകൾക്ക് അതീതമായി മനുഷ്യനെ സ്നേഹിക്കുന്ന, എല്ലാ സൃഷ്ടിയെയും ഒരുപോലെ കാണുന്ന, കരുണ കാണിക്കുന്ന ഒരു വലിയ ദൈവത്തിന്റെ ഒരു ചിത്രമാകുന്നു ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം, നാനാവിധ വിശ്വാസ ആചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അതിന് ഭാഗമായി നാം ജീവിക്കുകയാണ്. നമ്മുടെ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൽ കലർപ്പ് ചേർക്കാതെ നമ്മുടെ വിശ്വാസം അതിവിശുദ്ധമായി കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ആ ജീവിതാനുഭവങ്ങളിൽ മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. അവരുടെ വിശ്വാസത്തെ ഖനിക്കാതെ നമ്മുടെ വിശ്വാസത്തെ ഷെയർ ചെയ്യാനായിട്ട് കഴിയുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഭാരത ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം എന്നുമുള്ളൊരു വെല്ലുവിളിയായിരുന്നു എന്ന് നമുക്കറിയാം.
അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, ഒരു അന്യദേശത്ത് യഹോവയുടെ കീർത്തനം ഞങ്ങൾ പാടുന്നത് എങ്ങനെ എന്ന് പറഞ്ഞ് അവരവരുടെ കിന്നരങ്ങളെ അലരി വൃക്ഷങ്ങളിൽ മേൽ തൂക്കിയിട്ടു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ഒരു അന്യദേശം എന്ന പോലെ മറ്റൊരു വിശ്വാസ സംഹിതമുള്ള ഒരു ബഹുലമായിരിക്കുന്ന മതബഹുലതയുള്ള ഒരു റിലീജിയസ് പ്ലൂറാലിസ്റ്റിക് ഒരു സൊസൈറ്റിയിൽ നാം അതിന്റെ ഭാഗമായി ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം അതിവിശുദ്ധമായി കാത്തു സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ മറ്റൊരുത്തിന്റെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കാതെ നമ്മുടെ വിശ്വാസം പകരുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതാണ് നാം ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അതുകൊണ്ടൊരു കോമൺ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്, ഒരു മാനവികത എന്ന് പറയുന്നത്, അത് ദൈവികമായിരിക്കുന്ന ഒരു ചിന്തയാണ്, ദൈവികമായിരിക്കുന്ന ഒരു കരുതലാണ് എന്ന് തന്നെ ആ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. സുവിശേഷ വേദഭാഗത്തിലോട്ട് നാം കടന്നു വരുമ്പോൾ അവിടെ ഒരു രാജാവ് ഒരു കല്യാണ വിരുന്ന് ഒരുക്കുകയും ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. രാജാവിനെ സംബന്ധിച്ചിടത്തോളം കല്യാണം ക്ഷണിക്കുന്നത് വളരെ വേണ്ടപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, സമുന്നതരായ ആളുകളെയാണ് ക്ഷണിക്കുന്നത്. എന്നാൽ നാം വായിക്കുന്നത് ആ ക്ഷണിക്കപ്പെട്ടവരെ വിളിച്ചു കൊണ്ടുവരുവാനായിട്ട് ആളുകളെ അയക്കുകയാണ്. എന്നാൽ അവര് അതിന് യോഗ്യരായില്ല, അല്ലെങ്കിൽ അവർ വേറെ വഴിക്ക് പോയി, അവർക്ക് സമയമുണ്ടായിരുന്നില്ല എന്ന് വായിക്കുകയാണ്. പിന്നെ രാജാവ് അവസാനം ആളുകളെ അയച്ച് വഴിത്തരക്കിൽ ചെന്ന് നാം വായിക്കുന്നത് ദുഷ്ടന്മാരെയും നല്ലവരെയും എന്ന് വേണ്ട കണ്ണിക്കണ്ട ആളുകളെ എല്ലാം വിളിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു രാജവിരുന്നിൽ സംബന്ധിക്കുവാനായിട്ട് ഒരു പൊതുസമൂഹത്തെ ആകമാനം അതിൽ നിന്നൊരു വേർതിരിവുകളില്ലാതെ എല്ലാവരെയും ക്ഷണിക്കുന്ന ദൈവരാജ്യത്തിന്റെ വിരുന്നിന്റെ സന്തോഷത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്ന ഒരു അനുഭവമാണ്. എന്നാൽ അവിടെ നാം വായിക്കുന്ന ഒരുവൻ കല്യാണ വസ്ത്രമില്ലാതെ വന്നു എന്ന, ദുഷ്ടന്മാരെ വഴിത്തലക്കൽ പോയി കണ്ണിക്കണ്ടവരെയൊക്കെ വിളിക്കുമ്പോൾ ഒരുത്തൻ മാത്രം വിവാഹ വസ്ത്രമില്ലാതെ വന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വൈരുദ്ധ്യമായിട്ട് തോന്നാം. എന്നാൽ അന്നത്തെ രീതി അനുസരിച്ച് വിവാഹത്തിന് ക്ഷണിക്കുമ്പോൾ വിവാഹത്തിന് ധരിക്കേണ്ട വസ്ത്രം നൽകിക്കൊണ്ടാണ് ഓരോ വ്യക്തിയെയും ക്ഷണിക്കുന്നത്. അത് ആരെ ക്ഷണിച്ചാലും അപ്രകാരമാകുന്നു ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ദൈവത്തെ അറിയാത്ത, രാജാവിനെ അറിയാത്ത, രാജാവിന് മഹത്വം അറിയാത്ത തെരുവിൽ കിടക്കുന്ന മനുഷ്യരെ ക്ഷണിക്കപ്പെട്ടപ്പോഴും അവർക്കും ദൈവം അവർക്കും രാജാവ് വിവാഹ വസ്ത്രം നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് വിജാതീയരായ ആളുകളായാലും അവർക്ക് അവരുടേതായിട്ടൊരു ഒരുക്കം ആവശ്യമാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവരുടെ ജീവിതത്തിലും ഒരുക്കം ആവശ്യമാണ്. അവരുടെ ജീവിതത്തിലും അവരുടെ മനസാക്ഷിയിലും ഒരു ഒരുക്കം ആവശ്യമായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ പാരമ്പര്യമായിട്ടുള്ള വിശ്വാസമോ പാരമ്പര്യമായിട്ടുള്ള അവരുടെ അറിവോ താല്പര്യമോ വചനത്തെക്കുറിച്ചുള്ള ആഴമായ അറിവോ ഒന്നുമില്ലായിരിക്കാം. അവര് ഒരുപക്ഷെ രാജാവിനെ കുറിച്ച് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലായിരിക്കാം. എങ്കിലും അവര് വരുമ്പോൾ വിവാഹ വസ്ത്രം ഇല്ലാതെ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരുക്കമുള്ളവരായിരിക്കണം എന്ന് തന്നെയാണ്. ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നാലും, ഏത് സമൂഹത്തിൽപ്പെട്ട ആളുകളായിരുന്നാലും. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഇതിന് സമാനമായൊരു സംഭവം നാം കാണുന്നുണ്ടല്ലോ. അവിടെ കൊർന്നല്യോസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. കൊർന്നല്യോസ് നല്ല മനുഷ്യനായിരുന്നു. കൊർന്നല്യോസ് ദാനധർമ്മം ചെയ്ത ആളായിരുന്നു. കൊർന്നല്യോസ് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. പക്ഷെ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നു കൊർന്നല്യോസ്. എന്നാൽ പത്രോസ് അവിടെ ചെന്ന് കൊർന്നല്യോസിനോട് പ്രസംഗിക്കുമ്പോൾ കൊർന്നല്യോസ് അവൻ രക്ഷിക്കപ്പെടുകയും അവൻ സ്നാനപ്പെടുകയും ഒരു ദൈവവൈദ്യരായി തീരുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നു. അവിടെ നാം വായിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയായിരുന്നാലും നീതി പ്രവർത്തിക്കുന്നവരെ, ന്യായം പ്രവർത്തിക്കുന്നവരെ, ദൈവത്തെ അന്വേഷിക്കുന്നവരെ, ദൈവത്തെ ഭയപ്പെടുന്നവരെ ദൈവം ആദരിക്കുന്നു എന്നാണ്. അങ്ങനെ മാനസാന്തരപ്പെടുന്നവരെ, അനുതപിക്കുന്നവരെ ചേർത്ത് കൊള്ളുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് നമ്മുടെ പ്രത്യാശയാണ്, നമ്മുടെ ധൈര്യമാണ്. അതാണ് നിനവേ സംഭവം ഓർപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിനവയിലെ ജനങ്ങള് ഒന്നടങ്കം ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ അവർ ഉപവസിച്ച് രട്ടിലും വെണ്ണീറിലും ഇരുന്ന് അവർ അനുദപിച്ച് മാനസാന്തരപ്പെട്ടു എന്ന് നാം വായിക്കുകയാണ്. അതുകൊണ്ട് ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിക്കുകയും ആ അനർത്ഥം വരുത്താതെ ദൈവം അവരെ രക്ഷിക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുക.
എന്നാൽ ഒരു പരമ്പരാഗത ചിന്താഗതി അനുസരിച്ച് യോനയ്ക്ക് അത് അനിഷ്ടമായി തീരുകയാണ്. യോന വിചാരിച്ചത് ഈ ജനത്തിന്റെ മേലെ ദൈവത്തിന്റെ അഗ്നി വീഴും, ഈ ജനത്തെ ദൈവം നശിപ്പിക്കുമെന്ന് യോന വിചാരിക്കുന്നിടത്ത് ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നില്ല. ഒരുപക്ഷെ നാം വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ നാം ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല ദൈവം ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളെക്കാൾ വലുതാണ്. ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളെക്കാൾ വലുതാണ്. എത്ര പാപിയായിരുന്നാലും ദോഷിയായിരുന്നാലും ദൈവത്തെ അറിയാത്ത മനുഷ്യരെ കുറിച്ച് നമുക്ക് പറയുന്ന കാര്യമാണ്, ഇവരുടെയൊക്കെ അവസ്ഥ എന്താകും, ഇവരുടെയൊക്കെ ആത്മാവ് എവിടെ പോകും, അയ്യോ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ ആത്മാക്കൾ എവിടെ പോകും എന്നൊക്കെ നാം വ്യാകുലപ്പെടുന്നവരാണ്. എന്നാൽ നമ്മുടെ അവസ്ഥ തന്നെ എന്താകുന്നു എന്ന് നാം പാരമ്പര്യമായിട്ട് ദൈവത്തെ അറിയുന്നവരാണ്, ദൈവവചനം കേൾക്കുന്നവരാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താകുന്നു എന്ന് പലപ്പോഴും ചിന്തിക്കാൻ നമുക്ക് സാധിക്കാറില്ല. മറ്റുള്ളവരുടെ അവസ്ഥ എന്താകുന്നു എന്ന് നാം ചിന്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണ്. ദൈവം മനസ്സരിയുന്ന ദൈവമാണ്. ദൈവം അതിരളവുകൾക്കപ്പുറമായി മനുഷ്യൻ കെട്ടി ഉയർത്തുന്ന മതിലുകൾക്ക്, ആചാരത്തിന്റെ, അനുഷ്ഠാനത്തിന്റെ, വിശ്വാസത്തിന്റെ, വേർതിരിവിന്റെ മതിലുകൾക്കപ്പുറമായി ദൈവം പ്രവർത്തിക്കുന്നവരാണ്. അതാണ് പൊതുമാനവികത എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്ലൂറാലിസ്റ്റിക് സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ അതിവിശുദ്ധ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിക്കുക. ഇപ്രകാരം നമുക്ക് നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനും അതോടൊപ്പം തന്നെ അത് പങ്കിടുവാനും ആ നിലയിൽ ഈ മതബഹുല സമൂഹത്തിൽ നമ്മുടെ സാക്ഷ്യം നിലനിർത്താനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇവരെയും സഹായിക്കുവാനാകും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയ ദൈവിക ആലോചനകൾക്കായി സ്തോത്രം. കർത്താവേ, എല്ലാ അതിരുകൾക്കും അപ്പുറമായി, എല്ലാ ചിന്തകൾക്കും അതീതമായി, കർത്താവ് എല്ലാ മുൻവിധികൾക്കും അപ്പുറമായി ദൈവം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു എന്ന് അവിടുത്തെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവെ, ആ കർത്താവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കാൻ, കർത്താവിന്റെ രാജ്യത്തിലെ വിരുന്നിന്റെ സന്തോഷം അനുഭവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെയൊക്കെയും മാറ്റി അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും വഴികളിലൂടെ ദൈവമേ, ദൈവകൃപയും ദൈവിക വിടുതലും സന്തോഷവും പാപവിമോചനത്തിന്റെ കർത്താവെ അനുഭവമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലും അവിടുന്ന് നൽകി തരയണമേ. ഞങ്ങളുടെ വിശ്വാസം കർത്താവെ അത് കലർപ്പില്ലാതെ ദൈവമേ ഈ പലവിധ വിശ്വാസ സമൂഹത്തിന്റെ മധ്യത്തിൽ ജീവിക്കുമ്പോഴും കർത്താവെ അത് ഷെയർ ചെയ്യുവാനൊക്കെവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാലും അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ വഴി നടത്തണം, ആരും മഹത്വം എടുക്കണം. യേശു മശിഹാ മൂലം വിനയമായി പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ സ്വീകരിച്ച സർവശക്തിയുള്ള പിതാവായ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അടക്കപ്പെട്ടു സർവശക്തിയുള്ള പിതാവായ അവിടുന്ന് ഞങ്ങളുടെ മരിച്ചവരെ ന്യായീകരിക്കുകയും പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ നിത്യമായി വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം കൂടി ദൈവസന്നിധിയിലിരിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പെന്തക്കോസ്തിന് മുൻപ് 14-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. മതവൈവിധ്യം, പൊതുമാനവികതയും വിശ്വാസത്തിന്റെ പങ്കിടലും. സർവശക്തനായ ദൈവമേ, നീ നിന്റെ സ്വരൂപത്തിൽ എല്ലാ മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നുവല്ലോ. മനുഷ്യരുണ്ടാക്കിയ വിഭാഗീയതകളെ ഇല്ലായ്മ ചെയ്യാനും ആഗോള കുടുംബം എന്ന പൊതുമാനവികതയുടെ ആകർഷണത്വം ആസ്വദിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ.
ഞെരുക്കത്തിലിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരുടെ സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണം. വ്യത്യസ്ത വിശ്വാസ പാരമ്പര്യങ്ങളുള്ള ഞങ്ങളുടെ സാഹചര്യത്തിൽ ഒരൊറ്റ മനുഷ്യ സമൂഹമായി ജീവിക്കാൻ ഞങ്ങൾക്ക് തുണയ്ക്കണം. പരസ്പരം വിശ്വാസം പങ്കിടുന്നതിലൂടെ നീതിയും ന്യായവും വാഴുന്ന ഒരു പൊതുസമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് കൃപ തരയണമേ. നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐകമത്യത്തിന് ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോട് കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിൽ വീഴാതെയും യാതൊരു ആപത്തിൽ അകപ്പെടാതെയും നിന്റെ മുൻപാകെ നീതിയായുള്ളതിനെല്ലാം എപ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് തുടർന്ന് അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ആ സമയത്ത് കൺവെൻഷൻ ഗീതങ്ങളിലുള്ള പാട്ട് സ്വർഗനാട്ടിലെ പ്രിയൻ തീർത്തിടും എന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടാം. വിശ്വാസത്തോടും സ്തോത്രത്തോടും ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായ ആവശ്യങ്ങളുടെ മധ്യേ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിൽ കഴിയുന്നവർ, ആശുപത്രിയിൽ ചികിത്സയിലൂടെ കടന്നു പോകുന്ന മക്കൾ, ഭവനങ്ങളിൽ ക്ഷീണരായിരിക്കുന്നവർ, വാർദ്ധക്യത്തിൻ്റെ ക്ഷീണതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഹോദരന്മാർ, പ്രത്യേകിച്ച് ദൂരദേശങ്ങളിൽ വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. പഠിക്കുന്ന നമ്മുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പരീക്ഷയ്ക്കായി ഒരുങ്ങുന്നവരെ ഓർക്കാം. ജോലിക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ ക്ലേശങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം. ഈ മഹാമാരി മൂലം ജീവിതമാർഗങ്ങൾ ഇല്ലാതെ പോയ പ്രിയപ്പെട്ടവരെ ഓർക്കാം. ജോലി ഇല്ലാതെ പോയവരെ, വരുമാന മാർഗങ്ങൾ നഷ്ടമായവരെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഈ മഹാമാരിക്കെതിരെ വിവിധ നിലകളിൽ പോരാടുന്ന
എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലെ പരിമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ സമാധാനത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ഭരണകൂടങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ നടക്കുന്ന എല്ലാ ഭീകര സംഭവങ്ങളും ഇല്ലാതെയായി സമാധാനം പുലരുവാൻ സമാധാനത്തിൻ്റെ ദൈവം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ പേരിലൊക്കെ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്ന, അക്രമങ്ങൾ നടക്കുന്ന ഇടങ്ങളിലെല്ലാം ഒരു പൊതുമാനവികത എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് മനുഷ്യൻ നീങ്ങുവാനും സർവശക്തനായ ദൈവം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു എന്ന് ഓർക്കുവാനും കർത്താവിനെ ആക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മുൻവിധി കൂടാതെ എല്ലാ മനുഷ്യരെയും കാണുവാനും സ്നേഹിപ്പാനും കരുതുവാനും സഹോദര തുല്യരായി വർദ്ധിപ്പാനും ഓരോ ജനങ്ങൾക്കും ആവശ്യമായിരിക്കുന്ന സ്വർഗീയ ജ്ഞാനത്തെ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയെ നമുക്ക് ഓർക്കാം. ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ പുതിയ കമ്മിറ്റി അംഗങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സംഘടനകളെ അതിൻ്റെ ഭാരവാഹികളെ നമുക്ക് ഓർക്കാം. സൺഡേ സ്കൂളിന് വേണ്ടി, സ്ത്രീകളുടെ സംഘത്തിന് വേണ്ടി, യുവജന സംഘത്തിന് വേണ്ടി, കൊയറിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിവേഗം നമ്മുടെ ദേശത്തെ മഹാമാരി വിട്ടൊഴിഞ്ഞു പോയി സമാധാനവും ആശ്വാസവും വിടുതലും ലഭിക്കുന്നതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ യാതനയും തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിച്ച് ദിനന്തോറും പരിപാലിച്ച് വഴി നടത്തുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ പൊതുവായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റവും വിനയത്തോട് താഴ്മയോട് ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ചോദിച്ച എല്ലാ വിഷയങ്ങളുടെ പേരും അവിടുന്ന് മനസ്സറിയണമേ. കർത്താവെ, ഞങ്ങളുടെ കുറവുകൾ കൊണ്ടും അജ്ഞത കൊണ്ടും ചോദിക്കാൻ കഴിയാതെ പോയ നന്മകളെയും ധാരാളമായി നൽകണമേ. എല്ലാ മാനവും മഹത്വവും നൽകണമേ. യേശു മശിഹ മൂലം വിനയമായി പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, പിതാവേ, അയോഗ്യരായ ഞാനോടും സകല മനുഷ്യരോടും നിനക്കുള്ള സർവ്വനന്മയ്ക്കായിട്ട് ആർദ്രകരണയ്ക്കായും ഞങ്ങൾ നിനക്ക് ഭാവനയും അനുഭവവുമായി സ്തോത്രം ചെയ്യും. ഞങ്ങളെ സൃഷ്ടിച്ചതിന് പരിപാലിക്കുന്നതിനും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മൂലം ലോകത്തെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധയോടും അങ്ങനെ ഞങ്ങളുടെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ സകല ബഹുമാനവും സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങൾ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളിൽ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിന്റെ നിത്യജീവനും ഞങ്ങൾക്ക് തരയണമേ. ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, പതിവ് പോലെ ഞായറാഴ്ച ആരാധനകൾ 9:30 നടത്തപ്പെടുന്നതാണ്. നമ്മുടെ ഇടവകയുടെ പുതിയ കമ്മിറ്റി കഴിഞ്ഞ ഞായറാഴ്ചയിലെ ആരാധനയിൽ ഇൻസ്റ്റോൾ ചെയ്തു. അവർ ചുമതലയേറ്റു. അടുത്ത ടൈമിലേക്കുള്ള സെക്രട്ടറിയായി ശ്രീ സുധീഷ് നിക്കോളാസ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത ടൈമിലേക്കുള്ള ട്രഷററായി ശ്രീ ജെയിംസ് ജോർജ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് അറിയിക്കുന്നു. നല്ല നിലയിൽ ഇടവകയുടെ ശുശ്രൂഷകൾ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഡിസ്ട്രിക്ട് കൗൺസിലിലേക്ക് ശ്രീ വിജി വിൻസെന്റും ശ്രീമതി മേരി ജോസഫും തിരഞ്ഞെടുക്കപ്പെട്ടു. അവരെയും അഭിനന്ദിക്കുന്നു. എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും ഡയോസൻ കൗൺസിൽ മെമ്പേഴ്സിനെയും ദൈവം അനുഗ്രഹിച്ച് വഴി നടത്തുക എന്ന് പ്രാർത്ഥിക്കുന്നു. പതിവ് പോലെ സൺഡേ സ്കൂൾ
ആരംഭിച്ചിരിക്കുന്നു. 11:30 ഓൺലൈൻ സൺഡേ സ്കൂള് നടക്കുന്നത്. കുഞ്ഞുങ്ങൾ അത് മിസ്സാകാതെ എല്ലാ ക്ലാസ്സുകളിലും സംബന്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഏതാനും കുറച്ച് പുസ്തകങ്ങൾ കൂടെ കുഞ്ഞുങ്ങളെ വാങ്ങാനായിട്ടുണ്ട്. അത് ഞായറാഴ്ചയോ അതല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ വിളിച്ചിട്ടോ വന്ന് നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ് എന്നുള്ള കാര്യം കൂടെ അറിയിക്കുകയാണ്. പുതിയ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുന്നത് 7 പാഠങ്ങളും കൂടെയാണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. മൊത്തം 20 പാഠങ്ങളാണ് ഈ വർഷം പരീക്ഷയ്ക്കായിട്ട്, മഹാലോക പരീക്ഷയ്ക്കായിട്ട് പഠിക്കേണ്ടത്. 13 പാഠങ്ങൾ അവസാനിച്ചല്ലോ. ബാക്കി 7 പാഠങ്ങൾ കൂടെ ഇനിയുണ്ട്. എല്ലാവരും താല്പര്യത്തോടു കൂടെ നിങ്ങളുടെ സമയം പോലെ പഠിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ നമ്മുടെ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് 40 പേർക്ക് ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും. ദയവായി നിങ്ങളെ വിളിച്ചിട്ട് വന്നാൽ ആരാധനയിൽ ആളുകൾ കൂടാതെയും കുറയാതെയും ഇരിക്കും. നിങ്ങൾ ഇക്കാര്യത്തിൽ സഹകരിക്കണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വലിയ പ്രതിസന്ധിയെ നമുക്ക് ദൈവകൃപയാൽ നേരിടാനും അതിജീവിച്ച് മുൻപോട്ട് പോകാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ഓരോ കോടിയുടെ വകയിൽ ശുശ്രൂഷയുണ്ട്. അതിന് പുറമേ ആകുന്നല്ലോ ഈ നിങ്ങളുടെ ഇടവകയുടെ ശുശ്രൂഷകൾ ഏറ്റെടുക്കേണ്ടി വന്നത്. എന്നാൽ പരിമിതമായ സമയത്തിനുള്ളിൽ തീർച്ചയായും നിങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിക്കാനും പ്രാർത്ഥിക്കുവാനും എനിക്ക് താല്പര്യമുണ്ട്. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് എന്ന് അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് 210 കീർത്തനം പാടുന്ന സമയത്ത് നമ്മുടെ സ്തോത്ര ഗാനങ്ങൾ, ദശാംശം, ജന്മദിന, വിവാഹ വാർഷിക സ്തോത്ര കാഴ്ച ഒക്കെ വേർതിരിച്ചെടുക്കാനുള്ള ഒരു അവസരമാണ്. കീർത്തനം 210. ഞങ്ങളെ സ്നേഹിക്കുകയും അവിടുത്തെ നന്മകളാൽ ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നിന്നെ നന്ദിയോട് സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, അവിടുന്ന് നൽകിയിരിക്കുന്ന നന്മകളിൽ നിന്നൊരു ഓഹരി അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് അർപ്പിക്കുവാനായിട്ട് അടിയങ്ങളെ അവിടുന്ന് സഹായിച്ചു. ദൈവമായ കർത്താവേ, അതിലേക്ക് നീട്ടപ്പെട്ടുള്ള എല്ലാ കരങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ നൽകുന്നതിനെല്ലാം അവിടുന്ന് പ്രതിഫലം നൽകുന്ന ദൈവമാകുന്നു. കർത്താവിന് നൽകി കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ നിന്റെ മക്കളെ നീ നാടുകളിലെ ബലപ്പെടുത്തേണം. കർത്താവെ, സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രിയ മക്കളുണ്ട്. ഏറിയ നന്മകൾ അവർക്ക് നൽകി ദൈവം അവരെ അനുഗ്രഹിക്കുകയും
അവരുടെ ആവശ്യങ്ങളെ അവർ നിറവേറ്റി കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയർത്താവ്, ഇതിലും ഉത്തമമായി നിന്നെ ആരാധിപ്പാൻ, ഇതിലും ഉചിതമായി നിനക്ക് വേണ്ടി നൽകുവാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തും. ഞങ്ങളെ അനുഗ്രഹിച്ച് അവിടുന്ന് വഴി നടത്താം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ. ആമേൻ. വിശ്വാസമുള്ള ഹൃദയങ്ങളോട് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം നമ്മെ ആശ്വസിപ്പിച്ച വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന് നിരന്തരമായ സംസർഗവും സഹവാസവും കാണാം. പ്രിയമുള്ളവരെ, നാം എല്ലാവരോടും കൂടി എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആരാധനയുടെ ഒടുവിലായി ഡോക്സോളജീസിലെ 6ാമത്തെ പാട്ട് നമുക്ക് പാടാം. ഡോക്സോളജീസിലെ 6ാമത്തെ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം.